ഫുക്കറ്റ് യാത്രയുടെ ആദ്യ ദിവസത്തെ ആദ്യ പകുതിയിൽ ചൈനീസ് ടെമ്പിളും അതോടൊപ്പം തന്നെ ചൈനീസ് ടെമ്പിളിനോട് ചേർന്ന് കിടക്കുന്ന ചൈനീസ് മാർക്കറ്റും കണ്ടതിന് ശേഷം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി സഹയാത്രികർക്കൊപ്പം ഞാനും ഹോട്ടലിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം. ഷാലിമാർ എന്ന വളരെ പ്രസിദ്ധമായ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനായി നമുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഈ ഫുക്കറ്റിലെത്തുന്ന ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉച്ചഭക്ഷണം ഇല്ലെങ്കിൽ രാത്രി ഭക്ഷണം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആകുക എന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവിടെ ലഭിക്കുന്ന പല തായ് വിഭവങ്ങളും നമുക്ക് തീരെ പരിചയമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ടൂർ കമ്പനി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമുക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതും വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതും. അങ്ങനെ അവിടെ നിന്നും വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ നാം നമ്മുടെ അടുത്ത ലക്ഷ്യമായ വാറ്റ് ചലോങ് എന്ന ടെമ്പിൾ കാണാനായിട്ടാണ് ഇപ്പോൾ ബസ്സിൽ സഞ്ചരിച്ച് ഈ ടെമ്പിളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ ബൃഹത്തായ ഒരു നിർമ്മിതിയാണ് ഈ വാറ്റ് ചലോങ് ടെമ്പിൾ. ഫുക്കറ്റിലെ തന്നെ ഏതാണ്ട് 29 ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിളാണ് ഈ വാറ്റ് ചലോങ് എന്ന് പറയുന്ന ഈ ബൃഹത്തായ ടെമ്പിൾ. ഇവിടെ പ്രധാനമായും 2 മഹാന്മാരെയാണ് ആദരിച്ചിരിക്കുന്നത്. 2 ബുദ്ധ സന്യാസികളെയാണ്, ഇല്ലെങ്കിൽ 2 ബുദ്ധ സന്യാസികൾക്കാണ് ഈ മന്ദിരം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ലുവാങ് ഫോ ചേമും അതുപോലെ തന്നെ ലുവാങ് ചുവാങ് എന്ന് പറയുന്ന 2 ബൗദ്ധ സന്യാസികളാണ്. ഈ ഫുക്കറ്റിൻ്റെ ചരിത്രത്തിൽ ചൈനീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനതയ്ക്ക് ധൈര്യവും പകർന്ന 2 ബൗദ്ധ സന്യാസികളാണ് ഈ പറഞ്ഞ 2 മഹത് വ്യക്തികൾ. ഇവിടെ നടന്ന അനേകം പോരുകളിൽ മുറിവ് ഏറ്റ സൈനികരെയും ഒക്കെ അവർ തങ്ങളുടെ മെഡിസിനിലുള്ള വൈദ്യത്തിലുള്ള അറിവ് കൊണ്ട് സുഖപ്പെടുത്തുകയും അവർക്ക് മനോധൈര്യം പകരുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഈ ബൃഹത്തായ ടെമ്പിൾ കോംപ്ലക്സിലേക്ക് കടന്ന സഹയാത്രികർക്കൊപ്പം ഞാനും ഏവരെയും അമ്പരപ്പിക്കുന്ന മനോഹരമായ നിർമ്മിതികളാണ് ഇവിടെ കാണുന്നത്. എപ്പോഴും ചൈനീസ് ടെമ്പിളുകളും അതുപോലെ തന്നെ ബൗദ്ധ വിഹാരങ്ങളും ബൗദ്ധ ടെമ്പിളുകളും ഒക്കെ കാഴ്ചക്കാർക്ക് ഏറ്റവും കൗതുകകരവും അതുപോലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന മഹത്തും ബൃഹതുമായ നിർമ്മിതികളാണ്. വളരെ വിശാലമായ കമ്പൗണ്ടിൽ പരന്നു കിടക്കുന്ന അതിവിശാലമായ സ്ഥലത്താണ് ഈ മനോഹരമായ ടെമ്പിളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടെമ്പിളുകളുടെ നിർമ്മിതി തന്നെ അതിമനോഹരമാണ്. ചൈനീസ് വാസ്തു വിദ്യയാണ് ഇവിടെ ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നത്. പല പല പടവുകൾ കയറി മുകളിലേക്ക് ചെല്ലുന്തോറും ഈ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ്. ആദ്യ നിലയിൽ ബൗദ്ധ വിഗ്രഹവും അതിന് മുകളിലായി 1-ാം നിലയിൽ പല ബൗദ്ധ സന്യാസികളുടെയും അതുപോലെ തന്നെ ബുദ്ധൻ്റെ പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള വിഗ്രഹങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം വളരെ വർണ്ണപ്പകിട്ടാർന്ന ശില്പങ്ങളും നിർമ്മിതികളും മാത്രം.
എത്ര കണ്ടാലും മതി വരാത്തത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ടെമ്പിളിനകത്ത് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. വളരെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ടെമ്പിളിനുള്ളിലെ ഓരോ നിലയിൽ നാം കയറുമ്പോഴും ബൗദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബൗദ്ധധർമ്മത്തെ സംബന്ധിക്കുന്നതുമായ പലയിനം നിർമ്മിതികളും പെയിൻറ്റിങ്ങുകളും വിഗ്രഹങ്ങളുമൊക്കെയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനും പ്രായഭേദമന്യേ നടന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പല നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഈ ബൗദ്ധ ടെമ്പിളിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്തത്ര മനോഹരമായ ബൗദ്ധ വിഗ്രഹങ്ങളും പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളുമൊക്കെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചകളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒരു ബൗദ്ധ ടെമ്പിളാണ്, ഒപ്പം ചൈനീസ് കലയിൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ടെമ്പിൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ വർണ്ണാഭമായ കാഴ്ചകളാണ് ഇതിനുള്ളിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ ഓരോ നിലകളിലും നടന്ന് ഇവിടെ നമുക്കായി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ടും അവയുടെ ഭംഗി ആസ്വദിച്ചും അവയ്ക്കൊപ്പം നിന്ന് ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് സഹയാത്രികർക്കൊപ്പം ഞാനും അത്ഭുത പരവശനായി ഇവിടുത്തെ കാഴ്ചകളിൽ അങ്ങനെ മുഴുകി നടക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോ യാതൊരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഏവർക്കും ഇവിടെ ധാരാളമായി ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ 3 ബൗദ്ധ വിഗ്രഹങ്ങൾക്ക് താഴെയായി ഇരുന്ന് ഒരുതരം പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഭക്തരെയാണ് നാം കാണുന്നത്. കാരണം ഇവിടെ വരുന്ന ഓരോ ഭക്തനും ഈ സന്നിധിയിലെത്തി തങ്ങളുടെ ആഗ്രഹങ്ങളും തങ്ങളുടെ യാതനകളും ഒക്കെ വിവിധ രീതിയിൽ ഇവിടെ സമർപ്പിക്കുക എന്ന ഒരു പതിവുണ്ട്. അതിമനോഹരമായി നിർമ്മിച്ച ഒരു ഹാളിൽ അതിമനോഹരമായി സ്ഥാപിക്കപ്പെട്ട 3 വിഗ്രഹങ്ങൾക്ക് മുമ്പിലിരുന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഇവിടുത്തെ ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ യാത്രാ സംഘത്തിലെ ഒരു അംഗത്തിനും ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ ടൂർ ഗൈഡിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങി ബൗദ്ധരുടെ രീതിയിൽ നമ്മുടെ സംഘത്തിലുള്ള ഒരു സംഘാംഗവും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അവിടെ നിന്നും നാം മുന്നോട്ട് നീങ്ങി മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അതിമനോഹരമായ ഒരു പെയിൻറ്റിങ്ങാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എല്ലായിടത്തും രാജാവിന് വളരെയേറെ പ്രധാന സ്ഥാനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ 3 മഹാത്മാക്കളുടെ വിഗ്രഹങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 3 പ്രതിമകളും ഇവിടുത്തെ തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മഹാത്മ്യമുള്ള വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള 3 മഹത് വ്യക്തികളുടേതാണ്. കാരണം അവരെ ഒരു കാലത്ത് നയിച്ച മഹത് വ്യക്തികളാണ് ഇവർ. ഇങ്ങനെ ഈ മഹാ വ്യക്തികളുടെയും ഒക്കെ വിഗ്രഹങ്ങളും മൂർത്തികളും ഒക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നാം ധാരാളം ഫോട്ടോകളൊക്കെ എടുത്ത് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ടെമ്പിളിനുള്ളിൽ കാണാൻ സാധിക്കുക. അങ്ങനെ അവിടെയുള്ള ധാരാളമായ കാഴ്ചകളൊക്കെ കണ്ട് നാം ആ പ്രധാന ടെമ്പിളിൽ നിന്നും പുറത്തിറങ്ങി വരുമ്പോൾ ഈ പ്രധാന ടെമ്പിളിനോട് തുലനം ചെയ്യാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മറ്റനേകം ചെറിയ ചെറിയ പഗോഡകളും ടെമ്പിളുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മരം കൊണ്ടും മറ്റും നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായ നിർമ്മിതികളാണ് ഓരോന്നും. ഓരോ ചെറിയ ചെറിയ ടെമ്പിളുകളും ഓരോ ഉദ്ദേശങ്ങൾക്കായി ഇവിടെ ഉപയോഗിച്ചു വരുന്നു. ഏതൊരു ടെമ്പിളാണെങ്കിലും അതിമനോഹരമായി നിർമ്മിച്ചൊരുക്കിയ
ഓരോ സംഭവമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഈ ബൃഹദാകാരമായ ഈ വാട്ട് ചലോങ് എന്ന ടെമ്പിൾ കണ്ടതിന് ശേഷം വളരെയേറെ സന്തോഷത്തോടെ തിരികെ സഹയാത്രികർക്കൊപ്പം ഞാനും ബസ്സിൽ കയറി നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ ഹോട്ടലിലേക്ക്. കാരണം രാവിലെ എത്തിയത് മുതൽ ഇവിടെ ഓരോ കാഴ്ചകളിലേക്കും ഈ സിറ്റിയുടെ മനോഹരമായ ഓരോ കാഴ്ചകളിലേക്കും നീങ്ങിയത് കൊണ്ട് ഇതുവരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവിലെ കിട്ടിയ കുറച്ച് സമയം നാം ഈ സിറ്റിയിലെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് കടന്നതിന് ശേഷം ഇപ്പോൾ നാം നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ നാം മുന്നോട്ട് നീങ്ങുന്ന ഈ രാജവീഥി വളരെ മനോഹരമായി നിർമ്മിച്ച് ഒരുക്കിയിട്ടിരിക്കുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രകൃതിയുടെ മടിത്തട്ടിൽ അതിവിശാലമായി നിർമ്മിച്ചൊരുക്കിയ രാജപാതയിലൂടെയാണ് ഇപ്പോൾ നാം നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നത്. എവിടെയും ആവശ്യത്തിന് അനുസരിച്ച് റോഡ് മാർക്കുകളും റോഡ് ഡിവൈഡറുകളും അതുപോലെ തന്നെ റോഡിന് മധ്യത്തിലായി ധാരാളം ലൈറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒക്കെ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന അതിമനോഹരമായ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കുക. ഇവിടെ എത്തുന്ന ഓരോ യാത്രികനും യാതൊരുവിധ അസൗകര്യവും ഉണ്ടാകാതെ തങ്ങളുടെ യാത്ര ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടുത്തെ ഭരണകൂടം ഒരുക്കി നൽകിയിട്ടുണ്ട്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന ഹരിതാപമായ ഒരു പ്രകൃതിയാണ് നാം ഇവിടെ കാണുന്നത്. നാം റോഡിലൂടെ എത്ര ദൂരം സഞ്ചരിച്ചാലും നമ്മെ വീണ്ടും വീണ്ടും എതിരേൽക്കാനായി ഇവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇവിടെയുള്ള അതിമനോഹരമായ പ്രകൃതിയുടെ നടുവിലൂടെയാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും വരുത്താതെ വളരെ മനോഹരമായിട്ടാണ് ഓരോന്നും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതും പരിപാലിച്ചു വരുന്നതും. 6 മാസം മഴക്കാലവും 6 മാസം വേനൽക്കാലവുമുള്ള ഈ ഫുക്കറ്റ് എന്ന അത്ഭുത പ്രകൃതിയിൽ മഴക്കാലത്ത് മാത്രമാണ് അല്പം ദുരിതം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക. കാരണം മല ഇടിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ പാതകൾ പലയിടങ്ങളിലും ഇടിയാനും റോഡ് ബ്ലോക്കാകാനുമുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് വിവരിച്ചു തരികയുണ്ടായി. ഇങ്ങനെ നാം ഈ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് സഞ്ചരിച്ച് നമുക്ക് ഇന്ന് രാത്രിയും നാളെയും താമസിക്കാനുള്ള ഹോട്ടലിലേക്ക് എത്തിച്ചേരുകയും അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നും നമ്മുടെ അല്പ വിശ്രമത്തിന് ശേഷം ഈ സിറ്റിയുടെ രാത്രി കാഴ്ചകളിലേക്ക് ഇപ്പോൾ നാം ഇറങ്ങിയിരിക്കുകയാണ്. പകൽ എത്രമാത്രം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു നഗരമാണോ അത്രയധികം രാത്രിയിൽ മിന്നത്തിളങ്ങുന്ന ലൈറ്റ് കൊണ്ട് ലൈറ്റപ്പ് ചെയ്ത ഒരു നഗരം കൂടിയാണ് ഈ ഫുക്കറ്റ് എന്ന മഹാനഗരം. ഒത്തിരിയേറെ യാത്രികരെ കൊണ്ട് രാത്രി തിങ്ങി നിറയുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഫുക്കറ്റ് എന്ന അത്ഭുത നഗരം. ഇവിടെ ടൂറിസം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം. ഇവിടെ എത്തുന്ന ഓരോ യാത്രികനും ഇവിടുത്തെ പ്രകൃതിയും ഒപ്പം ഇവിടുത്തെ ജീവിത സൗകര്യങ്ങളും ആസ്വദിക്കാൻ തക്ക രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഫെസിലിറ്റികളും ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. അത് കടകളായാലും ഹോട്ടലുകളായാലും ബാറുകളായാലും ഒക്കെ വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന, വളരെ മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന
ദൃശ്യങ്ങളാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുക. നൈറ്റ് ലൈഫ് വളരെ സജീവമാണ്. അങ്ങനെ നാം മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ റോഡരികിലെങ്ങും ധാരാളം യാത്രികരെ കൊണ്ട് നിറഞ്ഞ ഹോട്ടലുകളും ബാറുകളും പബ്ബുകളും ഡാൻസ് ബാറുകളും മസാജ് സെൻ്ററുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ആഘോഷിക്കാനായി എത്തുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആവശ്യമാണെന്ന് ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കി വച്ചിരിക്കുന്നു. ഇവിടെ എത്തുന്ന യാത്രികർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രമേ ഇവിടേക്ക് ധാരാളം സമ്പത്ത് ഒഴുകി വരികയുള്ളൂ എന്ന് ഇവിടുത്തെ ഭരണകൂടം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എത്തുന്ന യാത്രികർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന യാത്രികരുടെ എണ്ണവും വർഷം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ബാങ്കോക്കിനെയും പട്ടായയെയും പോലെ അത്രയേറെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം അത്രയേറെ യാത്രികരെ കൊണ്ടാണ് ഈ നഗരം ഓരോ വർഷം ചെല്ലുന്തോറും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളിലൂടെ ബസ്സിലിരുന്ന് സഞ്ചരിച്ച് ഈ സിറ്റിക്ക് ഒരു വലം വെച്ച് തിരികെ നാം ഇപ്പോൾ നമുക്ക് രാത്രി ഭക്ഷണത്തിനായി ഒരുക്കിയിരിക്കുന്ന ഹോട്ടലിലേക്കാണ് ഇപ്പോൾ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കുക എന്നത്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ടൂർ കമ്പനി നമുക്കായി ഇന്നത്തെ രാത്രി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നതും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. നാം യാത്ര ചെയ്ത് ഡിലൈറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ രാത്രി ഭക്ഷണത്തിനായി എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം ഇന്ത്യൻ വിഭവങ്ങളാണ് നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്നേഹസമ്പന്നരായ ഇവിടുത്തെ ഹോട്ടൽ ജീവനക്കാർ നമുക്കായി വളരെയേറെ രുചികരമായ ആസ്വാദ്യകരമായ ഭക്ഷണങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. വളരെയേറെ വൃത്തിയുള്ള, വളരെയേറെ നന്നായി ഇൻറ്റീരിയർ ചെയ്ത, വളരെ മനോഹരമായ ഡൈനിങ് ഹാളുള്ള ഹോട്ടലിൽ ആണ് ഈ ഡിലൈറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇവിടെ വെജായാലും നോൺ വെജായാലും നമുക്ക് ബഫേ സിസ്റ്റമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ യാത്രികനും തങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, തങ്ങളുടെ സ്വാദനുസരിച്ച്, തങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇവിടെ നിന്നും ധാരാളം ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള അവസരം ഇവർ ഒരുക്കി തന്നിരിക്കുന്നു. ഇങ്ങനെ ഇവിടെ നിന്നും ഈ സ്വാദിഷ്ടമായ ഇന്ത്യൻ ഭക്ഷണവും കഴിച്ച് രാത്രി വിശ്രമത്തിനായി നാം താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് സഹയാത്രികർക്കൊപ്പം ഞാനും.